ഉള്ള ഒരു ഏശലാണ്. ചെറുമിയും ചെറുമനും തമ്മിലുള്ള ഒരു ഏശലാണ്. ചമയക്കോപ്പ് എന്ന് പറയും. അപ്പോൾ ആദ്യം അത് കേൾക്കുക. അയ്യോ പാവമേടാരക്കൻ മുളയാം, ഞാനും വന്നല്ലേടാരക്കൻ മുളയാം. ഓലി ലലില 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 ഓലി ലലില ഞാനും വന്നല്ലേടി പെണ്ണെ വള്ളച്ചി. ഓലി ലലില 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 ഓലി ലലില ലലിലേ. ഞാനും വന്നല്ലേടാരക്കൻ മുളയാം. ഓലി ലലില 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 ഓലി ലലില ലലിലേ. കൂർമ്മം തൊപ്പി ഞാനും ഞാനും വന്നല്ലേടി പെണ്ണെ വള്ളച്ചി. ഓലി ലലില 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 ഓലി ലലില ലലിലേ. കഴുത്തിൽ നല്ല മാല ഇട്ടിട്ട് അങ്ങനെ ഞാനും വന്നല്ലേടാരക്കൻ മുളയാം. ഓലി ലലില 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 ലലിലേ. ഓലി ലലില 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 ഓലി ലലില ഓലി ലലില ലലില ഓലി ലലില ഓലി ലലില ഇനി ഒന്നുകൂടെ പാടാനുണ്ട്. കൂട്ടച്ചക്കിലിയനിലെ വട്ടത്തിലെ പാട്ടാണ്. എല്ലാവർക്കും അറിയാം കണ്ടേറകളെക്കുറിച്ച്. കൂട്ടച്ചക്കിലിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊറാട്ടാണ് രാജാ പൊറാട്ടിൽ കൂട്ടച്ചക്കിലിയൻ. ഈ കൂട്ടച്ചക്കിലിയനിൽ ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് കളിയച്ചൻ ചക്കിലിയനോട് ചോദിക്കുമ്പോൾ ചക്കിലിയൻ പറയും, നാங்கள் അണ്ണൻ തമ്പി മാമൻ മച്ചാൻ പൊട്ടാട്ടി പിള്ള ഒരു സഹകുടുംബത്തോടെ വന്നിരിക്കുമെന്ന് പറയും. ആദ്യത്തെ 2-3 വട്ടത്തിൽ ചക്കിലിയന്മാർ മാത്രം ആൺവേഷം മാത്രം വരുന്നതാണ്. அப்போ யாரெல்லாம் வந்திருக்குன்னு சொல்ல പറഞ്ഞ மாதிரி அண்ணன் தம்பி மாமன் மச்சான் பொண்டாட்டி உள்ள இப்படி குடும்பத்தோடு வந்திருக்கு, அவங்கெல்லாம் எங்கே பக்கத்தில் இருக்குன்னு പറയും. ஆனால் கூப்பிடு പറയും. അപ്പോൾ കാളി ചിന്നി ശ്രീരംഗം മരുന്നൂർ വള്ളി ഗൗനിക്കവും 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 പറഞ്ഞിട്ടാണ് ചിന്നി വരവ്. ചിന്നിയേ ചിന്നിയേ ചിന്നിരംഗമ്മാളേ ചിന്നിയേ കാണാമലേ കണ്ണുനീരോടു പുതേ. കണ്ണു കൊട്ടി
ഇപ്പോൾ കർണാടക സംഗീതം ഞാൻ കുറേ വർഷങ്ങളായി പഠിക്കണു. എനിക്കിതുമാതിരി പാടാനേ പറ്റില്ല. അതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പാട്ടുകൾ, അതിപ്പോൾ കന്യാർകളി പാട്ടാണെങ്കിലും ശരി, പടയണി പാട്ടാണെങ്കിലും ശരി, ശാസ്താം പാട്ടാണെങ്കിലും ശരി, ഈ പാട്ടുകൾ പാടാൻ അതിനൊരു സംസ്കാരമുണ്ട്. അതിൻ്റെ പാടുന്ന വിധത്തിനുള്ളൊരു ഭംഗിയുണ്ട്. ഞാനൊക്കെ പാടിയ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇതാണ് അതിൻ്റെ സ്വരസ്ഥാനം പാടിയെന്നേ ഉള്ളൂ. എന്താ ഒന്നും തോന്നില്ല നമുക്ക്. അതായത് ഇതിൻ്റെ ആ ഒരു എനർജി, അതിലുള്ള സാഹിത്യം, അതിൻ്റെ സാഹിത്യ ഭംഗി. അപ്പോൾ നമ്മൾ സാധാരണ ഈ അനുഷ്ഠാന സംഗീതത്തിനെ എല്ലാം കൂടെ ബ്രാക്കറ്റ് ചെയ്യും. ശാസ്ത്രീയ സംഗീതം, പിന്നെ അനുഷ്ഠാന സംഗീതം, അല്ലെങ്കിൽ ഫോക്ക് സംഗീതം എന്ന് ബ്രാക്കറ്റ് ചെയ്യും. അത് വളരെ വളരെ തെറ്റാണ്. വിശേഷിച്ചും കേരളത്തിൽ ഏകദേശം 2500ഓളം അനുഷ്ഠാന കലകളുണ്ട്, നാടൻ കലകളുണ്ടെന്നാണ് അതിൻ്റെ കണക്ക്. അതിൽ കുറേയൊക്കെ അന്യം നിന്ന് പോയി. എന്നാലും നമ്മുടെ തമിഴകം എന്ന് പറയുമ്പോൾ കേരളമടക്കമുള്ള തമിഴകത്തിൽ ഇന്ന് ഈ 1000 കലാരൂപങ്ങളെങ്കിലും ഉള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നടുവട്ടം, ചിറ്റൂർ, പാലക്കാട് താലൂക്കിലുള്ള ഈ പ്രദേശം, കുറച്ച് താലൂക്കുകൾ, കാക്കയൂർ, നെമ്മാറ, ചിറ്റൂർ, തത്തമംഗലം, പല്ലശ്ശേന, പല്ലാവൂർ, ഇതടക്കമുള്ള ഈ ഒരു ചെറിയ സ്ഥലത്ത് കന്യാർകളി പോലുള്ളൊരു രൂപം, സംഗീത രൂപം, നൃത്തരൂപം, നാടകരൂപം ഉടലെടുക്കുക. അത് ഈ നാട്ടുകാർ തന്നെ അതിനെ സംരക്ഷിക്കുക. ആ പാട്ട് എൻ്റെയും കൂടി പാട്ടാണ്, ഈ നാടിൻ്റെ പാട്ടാണ്, ഈ ചെറിയ ദേശത്തിൻ്റെ പാട്ടാണ്, നടുവട്ടത്തിൻ്റെ പാട്ടാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരിക. അതിനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുക. കേരളത്തിൽ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ളൊരു സങ്കല്പം കാണാൻ സാധിക്കും. കന്യാർകളി തൊട്ടടുത്ത് നമ്മൾ മറ്റൊരു തൃശ്ശൂർ ജില്ലയിലേക്ക് കന്യാർകളി ഇല്ല. അതുപോലെ പടയണി എടുത്താൽ, പടയണി പത്തനംതിട്ട ജില്ലയിലെ 33 കരകളിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം 46 കരകളിലുണ്ട്. പത്തനംതിട്ട ജില്ലയിലുള്ള ഈ 46 താലൂക്കുകളിലുള്ള കരകളിലുള്ള തൊട്ടടുത്ത് കിടക്കുന്ന മാവേലിക്കരയിൽ പടയണിപ്പാട്ടില്ല, പടയണിയും ഇല്ല. അവിടെ കുത്തിയോട്ടമാണ്. അവിടെ കുത്തിയോട്ടം ആലപ്പുഴയിലില്ല, മാവേലിക്കര ഭാഗത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനെ തെയ്യം, കോഴിക്കോട് മുതൽ ഉടുപ്പി വരെ ഉള്ള തെയ്യം, നമുക്ക് പലതരത്തിലുള്ള തെയ്യങ്ങളാണ്. ഞങ്ങൾ എണ്ണാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 875 തെയ്യങ്ങളുണ്ട്. ഓരോ ജാതിക്കും ഓരോ സമൂഹത്തിനും തെയ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. അപ്പോൾ കന്യാർകളി പാട്ടുകളുടെ നമ്മൾ പാട്ട് എന്നുള്ള ഒരൊറ്റ ഈണം എന്നുള്ള സങ്കല്പം എടുത്താൽ വളരെ സാധാരണമായി പാടുന്ന ഈളങ്ങളുണ്ട്. ഭഗവതി പാട്ടൊക്കെ അങ്ങനെയാണ്, ഒരേ രീതിയിൽ പോകും. സിമ്പിൾ ട്യൂൺസ് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. കന്യാർകളിപ്പാട്ട് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ്. അത് എളുപ്പം പാടാൻ പറ്റില്ല, അത് എളുപ്പം സിദ്ധിച്ചെടുക്കാൻ പറ്റില്ല. അതിനും വേണം ഒരു ട്രെയിനിങ്, അതിനും വേണം ഒരു സംസ്കാരം, അതിനും വേണം ഒരു ടാലൻറ്റ്. അപ്പോൾ ഇങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള എത്ര സ്കിൽഡ് നമ്മുടെ സംഗീത ശാഖകൾ കേരളത്തിൽ അനുഷ്ഠാന കലകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കന്യാർകളിയാണ്. കാരണം അതിൻ്റെ ഈണ വൈവിധ്യം കൊണ്ട് കന്യാർകളിപ്പാട്ടോളം വൈവിധ്യമുള്ളത് പിന്നെയുള്ളത് പടയണിക്കേ ഉള്ളൂ, പിന്നെയുള്ളത് പൊറാട്ടിനാണുള്ളത്, പിന്നെയുള്ളത് ശാസ്താംപാട്ടിനാണുള്ളത്. അപ്പം ഇത്തരം ആകെ 4-5 കലാരൂപങ്ങൾക്ക്, സംഗീത രൂപങ്ങൾക്ക് ഈണ വൈവിധ്യം കൊണ്ട് അവരുടെ വരവ് തെളിയിക്കാൻ സാധിക്കുള്ളൂ. കന്യാർകളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ രാഗം മോഹനരാഗമായിട്ടാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ശ്രുതിക്ക് പാടുകയാണെങ്കിൽ സരി ഗ പ ദ സ സരി ഗ പ ദ സ സ ഗ പ ഗ രി സ 5 സ്വരങ്ങളുള്ള മോഹനരാഗമാണ്. ഹിന്ദുസ്ഥാനിയിൽ ഇതിന് ഭൂപ് എന്ന രാഗം വിളിക്കും, എന്ന രാഗമായിട്ട് അതിനെ പറയും. ഇതിൽ മോഹനമാണോ മുഴുവൻ പാടുന്നത് ചോദിച്ചാൽ അല്ല. കാരണം ഇത് ഒരു ഫോക്ക് ട്യൂണാണ്. 2-3 സ്വരങ്ങളെ അതിനകത്ത് കാണുള്ളൂ. ഏറ്റവും കൂടുതൽ ഈ ട്യൂൺ കാണുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഭാരതത്തിലുമാണ് ഇത്. വാസ്തവത്തിൽ പേർഷ്യൻ രാജ്യങ്ങളിൽ മോഹനം അധികം ഉപയോഗിക്കുന്നില്ല.
ഏറ്റവും കൂടുതൽ ചൈനീസ് സംഗീതത്തിൽ മോഹനമാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പാടാം. അതായത് അങ്ങനെ പാടിയാൽ ചൈനീസ് സംഗീതം ആവില്ല എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു ഗ്ലിംസിന് വേണ്ടി പാടുന്നു എന്ന് മാത്രം. യൂട്യൂബിൽ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം രീതികളിൽ കാണാം. ഇത് മോഹനമൊന്നുമല്ല, മോഹനരാഗത്തിൻ്റെ സ്കെയിലാണ്. സാരി ഗ പദ സദ പദരി സാ. ഇനി കഥകളി കർണാടക സംഗീത ഭാഗങ്ങൾ ഉണ്ടാവും. ഇവര് ഇപ്പൊ പാടിയ ഏഷ്യൽ എന്ന് പറഞ്ഞ ഒരു ഇനാണെന്ന് പറഞ്ഞു. ഏഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാം പരസ്പരം സംവദിക്കുന്ന ഒരു ഭാഗമാണെന്ന് അറിയാം. പലപ്പോഴും പാലക്കാടൻ പ്രദേശങ്ങളിലെ നൃത്തരൂപങ്ങളിൽ പണ്ട് സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ഇനങ്ങളായിരുന്നു ഇത്ര. മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങളെ ശാസ്ത്രീയമായിട്ടുള്ള ചിട്ടപ്പെടുത്തലുകൾക്ക് മുൻപ് ഈ പറഞ്ഞ ഏഷ്യലും കുമ്മിയും മുക്കുത്തിയും ചന്ദന നൃത്തവും ഒക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കഥകളിയിലും തുള്ളലിലും ഒക്കെ ഈ പറഞ്ഞ ഏഷ്യൽ എന്ന് പറഞ്ഞ സംവദിക്കുന്ന കഥാപാത്രങ്ങൾ പരസ്പരം സംവദിക്കുന്ന പോലെയുള്ള ഘടനയുള്ള സാഹിത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. മോഹനത്തിൽ പൊതുവെ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന വർണ്ണം കുറച്ച് പാടാം. നിന്നു കോരിയൂ നാനു രാനി ദീന ലോകനായക നന്നു പാപിം കുടിലത്തിങ്കളും ജടമുടിയിടയിൽ കുടിലത്തിങ്കളും ജടമുടിയിടയിൽ കുടിലത്തിങ്കളും ജടമുടിയിടയിൽ സൂര്യത്തിങ്കളും ജടമുടിയിടയിൽ സൂര്യകടിനിയും കൊടിയ പന്നകമണിയും മടുമലർഷദൻ തന്റെ പടൂരവേർപ്പെടുത്തോരു മടുമലർഷദൻ തന്റെ പടൂരവേർപ്പെടുള്ളില ചിങ്കനൽ കൊടുകുറി ചേർന്നു വിളങ്ങുന്ന ചിങ്കനൽ കൊടുകുറി ചേർന്നു വിളങ്ങുന്ന ഇടില ചിങ്കനൽ കൊടുകുറി ചേർന്നു വിളങ്ങുന്ന ഇടില ചിങ്കനൽ കൊടുകുറി ചേർന്നു വിളങ്ങുന്ന ഗൗരീശം നമ കാരണേനം
പാശുപതാസ്ത്രം നേടാനായിട്ട് അർജുനൻ ഹിമാലയ സാനുക്കളിൽ ശിവനെ തപസ് ചെയ്യാൻ പോകുന്ന ഭാഗം, കേശാദിപാദം ശിവനെ വർണ്ണിക്കുന്ന മോഹനരാഗത്തിലുള്ള കിരാതമാട്ടക്കഥയിലെ പദമാണത്. നാടൻ സംഗീതത്തിലും മോഹനത്തിൻ്റെ സാറ് പറഞ്ഞ പോലെയുള്ള ശീലുകൾ അല്ലെങ്കിൽ ഛായകൾ നമുക്ക് പലപ്പോഴും കാണാം. അത്തരത്തിലുള്ള രണ്ട് വരിയും കൂടി. ആനന്ദമൂർത്തിയാം കൃഷ്ണൻ തൻ്റെ ആനന്ദമൂർത്തിയാം കൃഷ്ണൻ തൻ്റെ ഒന്നിച്ചുള്ള വ്യാസവിലാസങ്ങൾ കേട്ടുകൊള്ളുക നന്ദകുമാരനരവിന്ദാക്ഷൻ ഗോപകുമാരൻ ഒന്നിച്ചുള്ള അമ്പാടി തന്നോടെ വേണുകാലവും തുടങ്ങിയല്ലോ വേണുകാലവും തുടങ്ങിയല്ലോ വേണുകാലവും തുടങ്ങിയല്ലോ കുറവൻ വരവട്ടം